സർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സർ നമുക്ക് നല്ലൊരു മാതൃകയെ കുറിച്ച് ഇന്ന് പറഞ്ഞു തുടങ്ങാമെന്ന് അതിന് തോന്നുന്നു. മുമ്പ് സസ്പെൻസ് കേട്ടോ ആ മാതൃക. ആ ഈ പ്രജിതയുടെ കോളേജിലെ ആർട്സ് ക്ലബ്ബ് ആരാ ഉദ്ഘാടനം ചെയ്ത് ഓർമ്മയിലുണ്ടോ? ഓർമ്മയിലുണ്ട്. സ്വാഭാവികമായിട്ട് അതൊരു സിനി ആർട്ടിസ്റ്റോ സിനി ആർട്ടിസ്റ്റ് ആയിരിക്കും. സാധാരണഗതിയിൽ എല്ലാ കോളേജുകളിലും മോഹൻലാലിനെ കിട്ടാവുന്നവരത് മമ്മൂട്ടിയെ കിട്ടാവുന്നവർ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഹരിശ്രീ അശോകനെയെങ്കിലും വിളിച്ചിട്ട് ഉദ്ഘാടനം നിർവഹിക്കും. ഗ്ലാമർ കൂടിയാൽ കരിഷ്മ കൂടിയാൽ അത്രയും നല്ലതെന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ആർട്സ് ക്ലബ്ബിന് ഞങ്ങൾ ഇന്നാരെ വിളിച്ചു. ആളുകൾ കൂടും, വിദ്യാർത്ഥികളെല്ലാം കൂടും. വരാൻ പലർക്കും വലിയ താല്പര്യവുമാണ്. അപ്പോൾ അതിന് വ്യത്യസ്തമായിരുന്നില്ല. ഫസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. പന്തളം കോളേജ് 10,000-ഓളം കുട്ടികൾ പഠിക്കുന്ന വലിയൊരു കോളേജാണ്. വിദ്യാഭ്യാസ നിലവാരത്തിൽ അത്ര ഉന്നതമായിട്ടുള്ള ശൃംഗങ്ങളിൽ എത്തിയിട്ടില്ലെങ്കിലും അതിൻ്റെ വാസ്തുശില്പം തന്നെ വലിയൊരു ഭംഗിയാണ്. നമ്മൾ MG റോഡിൽ കൂടെ പോകുന്നവർക്ക് വലിയൊരു കണ്ണിനൊരു കൗതുകം. സൈനോഷ്വർ എന്ന് പറയുന്ന പോലെ സ്റ്റാർ ഓഫ് ദി ഐ, നേത്ര നക്ഷത്രം, കണ്ണിൻ്റെ ഒരു നക്ഷത്രം പോലെ ശോഭിക്കുന്ന ഒരു സ്ഥലമാണത്. വിദ്യാഭ്യാസ നിലവാരത്തിൽ അത്രയൊന്നും ഇല്ലേ, അപ്പോൾ ഇത് പുറമേയുള്ള കാഴ്ചകളേ ഉള്ളൂ, അത് സമ്മതിച്ചുകൊണ്ടെന്ന്. പക്ഷേ അവരുടെ ഈയിടെ ഒരു വലിയ നല്ല മാതൃകയായി. ഞാനും അവിടെയൊക്കെ ഈ അസോസിയേഷൻ്റെ ഭാരവാഹിയായിട്ട്, അതായത് ആർട്സ് ക്ലബ്ബ് ഇങ്ങനെയൊക്കെയുള്ളതിൻ്റെയൊക്കെ ഭാരവാഹിയിട്ട് ഇരുന്നിട്ടുള്ളതാണ്. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിക്കുക അടൂർ ഗോപാലകൃഷ്ണൻ, പന്തളം കോളേജിൽ പഠിച്ചതാണ്. അന്നത്തെ സംവിധായക പ്രതിഭയാണ്. അദ്ദേഹത്തിന് ദേശീയ അവാർഡും പിന്നെ വിദേശങ്ങളിലുള്ള പുരസ്കാരങ്ങളും ഒക്കെ കിട്ടിയാണ്. നരേന്ദ്രപ്രസാദ് ഉദിച്ചുയരുന്ന ഒരു പിന്നെ നാടകകൃത്ത് എന്ന ഇതിനപ്പുറം നടനായിട്ട് വരുന്നു. ശ്യാമപ്രസാദിൻ്റെ ടെലിഫിലിമിൽ അതിനുശേഷമാണ് അദ്ദേഹം സിനിമയിലേക്ക് ഒരു ഓപ്പണിങ്. അങ്ങനെയൊക്കെയുള്ള ഗംഭീര പ്രഭാഷണങ്ങൾ. സുകുമാർ അഴീക്കോട് ഗംഭീരമായ പ്രഭാഷണം. ചിലപ്പോൾ കൂവലും ഉണ്ടാവും. ഈ സിനിമാ നടന്മാരല്ലെങ്കിൽ ജനങ്ങൾ കൂവും. അങ്ങനെയുണ്ട്. സുകുമാർ അഴീക്കോട് വരെ കൂവുമ്പോൾ ചില ഉദാഹരണങ്ങളും കുറേ. അങ്ങനെ വലിയ രസമുള്ള, എല്ലാവരും ഒന്നിച്ചു കൂടുകയും ചിലപ്പോൾ തമ്മിൽ തല്ലുകയും അതിനുശേഷം ഒന്നിക്കുകയും ചെയ്യുന്ന വലിയൊരു അന്തരീക്ഷമുള്ള ഒരു സംഭവമാണ് ആർട്സ് ക്ലബിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ പ്രസ്റ്റീജ്. യൂണിയൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രസ്റ്റീജ് ആയിട്ടുള്ള, നമുക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ആളുകളെ അതെ ശ്രദ്ധിക്കപ്പെടുന്ന ആഘോഷമാണ്. 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് ശരിക്കും. ഒരു ക്രെഡിറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാം അറിയാവുന്നത് പോലെ ആർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി നേതാവ്. രാഷ്ട്രീയ പാർട്ടിയുടെ പാർലമെൻ്ററി അതുപോലെയാണ്. പാർലമെൻ്ററി തിരഞ്ഞെടുപ്പ് പോലെ രാഷ്ട്രീയം വെച്ചിട്ട് തന്നെ ചിഹ്നവും വെച്ചാണ് തിരഞ്ഞെടുപ്പ്. പ്രധാനമായിട്ടും KSU, ABVP, അതുപോലെ തന്നെ SFI, ഈ സംഘടനകളാണ് അവിടെ ഉള്ളത്. ആരുമായിക്കോട്ടെ, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിച്ചാൽ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും പ്രിൻസിപ്പളായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഉദ്ഘാടനം ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യണം പ്രിൻസിപ്പൽ എന്ന് പറയുന്ന പ്രസിഡൻറ്റുമായിട്ട്. ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ ഒരു യുവാവാണ്, സനൽകുമാർ എന്ന് പറഞ്ഞാൽ. എൻ്റെ ഒരു സുഹൃത്തുമാണ്, നല്ലൊരു മനുഷ്യനാണ്. ആ നല്ല മനുഷ്യനും കൂടി ഇതിൽ പ്രധാനമാണ്. അപ്പോൾ ഈ വിദ്യാർത്ഥികളെല്ലാം കൂടെ ഒരു പുതിയ ആശയം രൂപപ്പെടുത്തി. ഭാരവാഹികളും കുറച്ച് വിദ്യാർത്ഥികളും ചേർന്നിട്ട്. സ്വാഭാവികമായിട്ടും അവരുടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽപ്പെട്ട കുട്ടികളായിരിക്കുമല്ലോ. അവരെല്ലാം കൂടെ പ്രിൻസിപ്പാലിനെ കാണാൻ പോയത്. ഒരു ഹാഫ് ഡോറും ഒരു ഡഫേദാരും ഒക്കെ ഉണ്ട് അവിടെ, 2ാം നിലയിലാണ്. ആ മുറിയിൽ തന്നെ കിടന്നാണ് മന്ത്രി G. സുധാകരൻ്റെ അനിയനായിട്ടുള്ള ഭുവനേശ്വരൻ രക്തസാക്ഷിയായത്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള രാഷ്ട്രീയ പകപോക്കിൻ്റെ ഫലമായിട്ട് അവിടെ കിടന്ന് അടികൊള്ളുന്ന ഞാൻ വെളിയിൽ നിന്ന്, ഗ്ലാസ് ഡോറിന് വെളിയിൽ നിന്ന് കാണുക. അന്ന് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഞാൻ. പക്ഷേ ഗ്ലാസ് ഡോറിൽ കാണാം അവിടെ നടക്കുന്ന അടിപിടിയൊക്കെ. അങ്ങനെ ഒരു സാക്ഷിയാണ് ഞാൻ. ഒക്കെ നമ്മുടെ വിഷയം അതല്ല. പ്രിൻസിപ്പലിൻ്റെ മുറിയിലിരുന്ന്, ഗംഭീരമായ മുറിയാണ്, ഞങ്ങളൊക്കെ കയറാൻ പേടിക്കുന്ന ഒരു മുറിയാണ്. അവിടെ ഇരുന്ന് ഈ വിദ്യാർത്ഥികൾ പറഞ്ഞ ഒരു ആശയം എന്ന് പറയുന്നത്, നമുക്ക് ഇത്തവണത്തെ ആർട്സ് ക്ലബിൻ്റെ ഉദ്ഘാടനം വ്യത്യസ്തനായ ഒരാളിനെ കൊണ്ട് നിർവഹിക്കാം. ഞെട്ടിപ്പിക്കുന്ന ഒരു ആശയമാണ് ഇവർ വെച്ചത്. ഞെട്ടിപ്പിക്കുന്ന ഒരു ആശയം. പ്രിൻസിപ്പൽ കണ്ണു തള്ളിപ്പോയി, കുറേ നേരം മിണ്ടാതിരുന്നു. സനൽകുമാർ ഒരു പാവം മനുഷ്യനാണ്. അവർ നിർദ്ദേശിച്ചത് ആ കോളേജിലെ ഓരോ ക്ലാസ് മുറിയും ഓരോ പടികളും, ആ പടികളുടെ അടിയിലെ കോണിപ്പടികളുടെ പുറഭാഗത്ത് ഒരുപാട് കാൽപ്പനിക രംഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. അതുമൊക്കെ വൃത്തിയാക്കുന്ന ഈ സ്ത്രീയാണ്, ഒരു സ്ത്രീ. അവരുടെ പേര് സിന്ധു എന്നാണ്. അടിച്ചു വാരി വൃത്തിയാക്കുന്ന ആള്. ഇതിനെ വൃത്തികേടാക്കുന്ന വിദ്യാർത്ഥികളും ആ വൃത്തിയാക്കുന്നത് ഈ സിന്ധുവാണ്. സിന്ധു നദി പോലെ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സിന്ധു എന്ന് പറയുന്ന ആ സ്ത്രീയെ നമുക്ക് ഉദ്ഘാടകയാക്കാം. അതിനോടൊപ്പം ഇപ്പോൾ അവിടെ ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരനില്ല, അതിൻ്റെ കാവലാളായിട്ടുള്ള സെക്യൂരിറ്റി ജീവനക്കാരൻ ഗേറ്റൊക്കെ അടയ്ക്കും, വന്ന് തുറക്കുന്നത് ഈ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. രമേശൻ എന്ന് പറയുന്ന ആളാണ്, ഒരു പാവം മനുഷ്യൻ.
ഒക്കെ വളരെ കുട്ടികളോടൊക്കെ വളരെ സ്നേഹമായിട്ട് സ്വന്തം മക്കളോടെ പെരുമാറുന്ന പോലെ പെരുമാറുന്ന ഒരാളാണ് അദ്ദേഹം. ആ ആളും സ്വന്തം പെൺകുട്ടികളോടൊക്കെ വലിയ വാത്സല്യം കാണിക്കുന്ന സിന്ധുവും അവരെ ഞങ്ങൾ ഉദ്ഘാടകരാക്കും. സംയുക്തമായിട്ട് അവരെ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഞെട്ടിപ്പോൾ ഇതുവരെ കേട്ടിട്ടില്ല. പന്തളം കോളേജിൻ്റെ വളരെ നീണ്ട ചരിത്രത്തിൽ ഇന്ന് വരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്താ കുട്ടികളെ നിങ്ങളീ പറയുന്നതെന്നൊന്നൊരു മനസ്സിലൊന്ന് വിചാരിച്ചപ്പോൾ പറ്റുമോ? ഒടുവിൽ സനൽകുമാറിൻ്റെ തലയിൽ നിന്ന് വെളുത്ത പുക വന്നു. അദ്ദേഹം സമ്മതിച്ചു. കുട്ടികളെല്ലാം കൂടെ ആവേശഭരിതരായിട്ട് പോയി. അവരെ ഉദ്ഘാടനത്തിൽ വിളിച്ചപ്പോൾ അവരാണ് പിന്നെ ഞെട്ടിയത്. എന്താ ഈ പറയുന്നത്, ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യേ, വല്ല മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ മമ്മൂക്കയോ ഒക്കെ കൊണ്ടുവന്നിട്ട് ചെയ്യേണ്ടതിന് പകരം എന്താ ഇവർ രണ്ടും കെട്ടി സുരേഷ് ഗോപി ഉണ്ടല്ലോ ഇപ്പോൾ MP ആയിട്ട് വിളിച്ചാൽ വരികയും ചെയ്തു. കാരണം ABVPക്ക് വലിയ സ്വാധീനമുള്ള ഒരു കോളേജാണത്. അപ്പോൾ അങ്ങനെ വിളിച്ചാൽ അങ്ങനെ വരില്ലേ? അങ്ങനെയൊക്കെ വിളിച്ചാൽ വരും. കാരണം 5000 കുട്ടികളുള്ള കോളേജല്ലേ. നല്ല പിന്നെ ഓഡിയൻസ് നിറഞ്ഞു കവിയും. വലിയൊരു ഹാളാണുള്ളത്. അതിന് പുറത്തേക്ക് നിൽക്കും. അപ്പോൾ ഗംഭീരമായ ഹാളുകളൊക്കെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇവരെ കൊണ്ട് അങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പ്രിൻസിപ്പൽ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ഇവർക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. പ്രസിഡന്റ് അല്ലേ. അപ്പോൾ അവരെ കൊണ്ട് ഭംഗിയായിട്ട് ആ ഉദ്ഘാടന കർമ്മം അങ്ങ് നിർവഹിച്ചു. ഇവിടുത്തെ എഡിഷന് വന്നിട്ടില്ലെങ്കിൽ മാതൃഭൂമിയുടെ പത്തനംതിട്ട കോട്ടയം എഡിഷനുകൾ 1-ാം പേജിൽ തന്നെ ആ വാർത്ത വന്നിട്ടുണ്ട്. അതിൻ്റെ ചിത്രമാണിത്. നമ്മുടെ മനസ്സു തുറക്കുന്ന ഒരു ചിത്രമാണ്. നമ്മൾ ഇതേ സമയം തന്നെയാണ് നമ്മൾ ഇതിൻ്റെ കോൺട്രാസ്റ്റ് ചെയ്യേണ്ടത്. തിരുവനന്തപുരത്ത് അതിദാരിദ്ര്യ ലഘൂകരണം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി 3 പേരെയാണ്, 3 കൊമ്പൻ ആനകളെ. ഒന്ന് മമ്മൂട്ടി, മറ്റേത് മോഹൻലാൽ, പിന്നെ കമലഹാസൻ. ദൈവാദിനത്തിന് 2 പേരും കൂടെ വന്നില്ല. കാരണം അവരുടെ ഭാരം കൊണ്ട്, ഹെവി വെയിറ്റ് കൊണ്ട് സ്റ്റേജ് തകർന്നു പോയി. ആ മമ്മൂട്ടി മാത്രം വന്നു. മമ്മൂട്ടി ഒരു കൂട്ടം പറഞ്ഞിട്ടുമാണ് പോയത്. അതിദാരിദ്ര്യം മാത്രം പോലെ ദാരിദ്ര്യം ബാക്കിയുണ്ട്, അതും കൂടെ ലഘൂകരിക്കണം, ഇല്ലാതാക്കണം, അല്ലെങ്കിൽ എനിക്ക് സന്തോഷമില്ലെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പോയത്. മുഖ്യമന്ത്രി അതുകൊണ്ട് ഒരു സന്തോഷമില്ലാതാണ് സ്റ്റേജിലിരുന്ന് ഇത് പറഞ്ഞത്. കാരണം എന്തിനാ ഇങ്ങനെയൊക്കെ ഇവരെയൊക്കെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്? കുട്ടികളെ മാതൃകയാക്കാല്ലേ? കുട്ടികളും ചില മാതൃകകളൊക്കെ സമൂഹത്തിന് മുതിർന്നവർക്കൊക്കെ പകർന്നു നൽകുന്നുണ്ട്. അതല്ലേ നല്ലത്. ഈ റോഡ് പണി ഉദ്ഘാടനത്തിന് നിങ്ങളെ ആ റോഡ് പണിഞ്ഞ ഒരാളിനെ വിളിച്ച് അത് ഉദ്ഘാടനം ചെയ്യിച്ചൂടെ? മന്ത്രി വരുന്നവരെ കാത്തിരുന്ന് ജനങ്ങൾ ആ റോഡിൽ കൂടെ സഞ്ചരിക്കാൻ വയ്യാതിരിക്കുന്ന എന്ത് പരിപാടിയാ? എന്തിനാ നമുക്ക് ആ ഒരു VIP കൾച്ചർ? മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ ഇപ്പോൾ അതിലൊരു മാറ്റം വരുത്താവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാനം നടക്കുന്നതുകൊണ്ടും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലവിൽ അങ്ങനൊരു മാറ്റത്തിലേക്ക് ഇപ്പോൾ പരിണമിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് സാങ്കേതികമായിട്ട് പ്രശ്നങ്ങൾ കാണും. പക്ഷേ അതൊരു നല്ല പാവങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന ഒരു കാര്യമാണത്. അത് അദ്ദേഹം ചെയ്യണം. VIPകൾക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത് എല്ലാത്തിനും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം തന്നെ കൊണ്ടാടിയത് കമലഹാസൻ്റെ സാന്നിധ്യത്തിൽ എന്തൊരു ബഹളവും ആരവവുമായിരുന്നു. ഇതൊക്കെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ്. മറന്നുപോയോ നവകേരളീയം? എന്തായിരുന്നു അത്? അതെ, എത്ര കോടിയാണ് ഈ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞ പേരിൽ അതിലും പിരിച്ചെടുക്കുകയൊക്കെ ചെയ്തത്? എത്ര പേരാണ്, ശോഭന ഉൾപ്പെടെയുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എന്തിനായിരുന്നു അത്രയും ഷോ? എന്തിനായിരുന്നു അതിന്റെ ആവശ്യം? എന്തിനാ? അതല്ലാതെ തന്നെ അവരെ കാണാമല്ലോ, സിനിമയിൽ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഈ പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ള നവകേരളത്തിൻ്റെ ശില്പികളായിട്ടുള്ള വേറെ എത്ര പാവങ്ങളുണ്ട് ഈ രാജ്യം പടുത്തുയർത്തിയ ഉദ്ഘാടകർ മാത്രമല്ലല്ലോ. തൃണമൂല തലത്തിൽ നിന്ന് സഹനശക്തിയോടുകൂടി പണി ചെയ്യുന്ന ഓരോ പൗരനും ഇത് ഉദ്ഘാടനത്തിന് യോഗ്യരാണ്. ഏതാനും VIPകൾ അവർ തീർച്ചയായിട്ടും അവർക്ക് അനുഗ്രഹീത കലാകാരന്മാരാണ്. അവർ പണം ഉണ്ടാക്കുക എന്നല്ല, സമൂഹത്തിന് വേണ്ടി ആ പണം പോകുന്നുണ്ടോ? അതെ. ഇവരെ വിളിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര രൂപ കൊടുക്കണം, എത്ര ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഇവരെയൊക്കെ ഈ ഉദ്ഘാടന മഹാമഹത്തിന് വേണ്ടി ക്ഷണിക്കുന്നത്. എന്നിട്ട് അവര് വന്നിട്ട് പറഞ്ഞു പോകുമ്പോഴല്ലേ ഇപ്പൊ അതിദാരിദ്ര്യം ഏറ്റവും ഒടുവിലത്തെ പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിദാരിദ്ര്യം മുക്തമാകണമെന്നുണ്ടെങ്കിൽ സാറ് ഓഫ് റെക്കോർഡ് ഇതിൽ പറഞ്ഞതുപോലെ തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം അല്ലേ? അതെ, ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായവരെ ഇങ്ങനെ ഈ സർക്കാരിന്റെ ഭരണത്തിൽ ഞങ്ങൾക്കൊരു മുക്തി കിട്ടി, അതിദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു മുക്തി കിട്ടിയെന്ന് അവര് സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് അവരുടെ അനുഭവങ്ങൾ പറയട്ടെ, ജീവിച്ച അനുഭവങ്ങൾ. അല്ലെങ്കിൽ അവർക്ക് പറയാൻ സ്വന്തമായിട്ട് അറിയില്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ച് ജനങ്ങളെ കേൾപ്പിക്കട്ടെ. ഇത് എനിക്ക് വേറൊരു സംശയം തോന്നിയത്, ഇത്രയും ആളുകളെ, അതായത് മോഹൻലാൽ, ശോഭന, മമ്മൂട്ടി, കമൽഹാസൻ ഉൾപ്പെടെയുള്ളവരെ ഒന്നും വിളിച്ചു വരുത്തിയില്ലെങ്കിൽ മുഖ്യമന്ത്രി വന്നിരിക്കുന്ന ഒരു പരിപാടിക്ക് ആളുണ്ടാവില്ല എന്നുള്ള ഒരു ധാരണ ഭരണം കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇത്തരത്തിൽ ചെയ്യുന്നത്. സത്യത്തിൽ ഈ ഒരു വാർത്ത
ഇത് കാര്യം സാറ് പറയുമ്പോഴും എന്റെ മനസ്സിലതാണ്, മുഖ്യമന്ത്രിക്കൊക്കെ ഇത് കണ്ടു പഠിക്കാം അല്ലേ സർ? തീർച്ചയായിട്ടും ധാരാളമായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇത് തുറന്നു വെച്ചിരിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, ഏതൊരു ചടങ്ങിനും ഏറ്റവും അതിൽ പാവപ്പെട്ടവനെ, അതേസമയം അതിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ആളിനെയാണ് കൊണ്ടുവരേണ്ടത്. അദ്ദേഹത്തിനെയാണ് അവിടെ പഞ്ചായത്ത് തലത്തിൽ, വാർഡ് തലത്തിൽ മുഴുവൻ എല്ലാത്തിനും അതാണ് വേണ്ടത്. അല്ല മഹാനടന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ എന്നിട്ട് എന്ത് കാര്യം, ഞാൻ ഷോ മാത്രമായി പോകുന്നു പലപ്പോഴും. അത് അല്ലേ, അതാണ് അതിൻ്റെ എല്ലാത്തിനും. ഇപ്പം നടന്മാർ വേണം, പരസ്യത്തിനും നടന്മാർ പറഞ്ഞാലേ ഞങ്ങൾ കേൾക്കുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ അതൊരു നല്ല സംസ്കാരമല്ല. സംസ്കാരമുള്ള ഒരു രാജ്യത്തിൻ്റെ നല്ല മാതൃകയും അല്ല. അതുകൊണ്ട് ഈ പന്തളം കോളേജിലെ വിദ്യാർത്ഥികൾ കാണിച്ചത് സമൂഹത്തിൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.